റോസാ ചെടികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പൂക്കളിലൊന്നായിരിക്കുമല്ലോ അല്ലേ? അതിൻ്റെ മനോഹാരിത കൊണ്ട് തന്നെയാണ് അത് നമ്മുടെയൊക്കെ മനം കവരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ നഴ്സറികളിൽ നിന്ന് വാങ്ങിയ ചെടികൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ അത് വാങ്ങിയതിന് ശേഷം അത് വലുതായി കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാറില്ലേ, നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഇങ്ങനത്തെ കുറേ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടാവാറില്ലേ? നമ്മൾ നഴ്സറികളിൽ നിന്ന് ചെടികൾ വാങ്ങിയിട്ട് ഇതേപോലെ വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ കൊമ്പെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മുളച്ച് വരുന്നതായി കാണാറില്ല അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ നമ്മളത് ഈസി മെത്തേഡിൽ എങ്ങനെ ഒരു ചെടി കമ്പെടുത്തിട്ട് അതായത് ഹൈബ്രിഡ് ചെടികളെ കമ്പെടുത്തിട്ട് നമുക്ക് എളുപ്പത്തിൽ അതിൽ വേര് പിടിപ്പിച്ചെടുക്കാമെന്നുള്ളതാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ ഇതിന് വലിയ ചിലവേറിയ കാര്യമൊന്നുമല്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ അതിനെ മുളപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമുക്ക് നടാനുള്ള ഈ ചെടി കമ്പ് നല്ല നീണ്ടു പോയതാണ്. അപ്പോൾ നമുക്ക് ഇതിവിടെ വെച്ച് കട്ട് ചെയ്യാം. ഒത്തിരി നീണ്ടു പോയി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. വെച്ചിട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യ് കാണിക്കഞ്ഞി. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ നമുക്ക് മുറിച്ച് കളയണം. ഇതേപോലെ നമുക്ക് ഈ ചെടിയുടെ ഇവിടെ വെച്ച് മുറിക്കാം കേട്ടോ. നമുക്ക് കണ്ടോ, ഇത് ശരിക്കും ഇത്രത്തോളം നിർത്താൻ പാടില്ല. ഇതെന്താ വെച്ചാൽ ഇത് സീഡിലോട്ടാണ്, ഇത് സീഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇനി ഈ ചെടി ഇതിൻ്റെ ആഹാരമൊക്കെ ഇതിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഹെൽത്ത് നശിക്കാൻ വേണ്ടി കാരണമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ പൂവ് ഏകദേശം ഒരു 4-5 ദിവസം ആകുമ്പോൾ ഏകദേശം വാടാൻ തുടങ്ങുമല്ലോ. അപ്പോൾ ആ സമയത്ത് ശരിക്കും നമ്മളിത് കട്ട് ചെയ്ത് കളയണം. ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിർത്തിയതാട്ടോ. അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ നല്ല കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതും അതേപോലെ നമുക്ക് ഇലകളൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് കളയാം. ഇത് ചെറുതായിട്ട് ഇങ്ങനെ അമപ്പ് വന്നിട്ടുണ്ട്, ചെറുതായിട്ട് കണ്ടോ, മുളപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല കേട്ടോ. അത് ചിലപ്പോൾ പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മാത്രം, ഈ ഇലകൾ മാത്രം നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ. എന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ചെടിയത്തെയും കമ്പ് മുറിച്ചതിൻ്റെ ഇതിൽ നിന്ന് 2 എണ്ണം ഇതിൽ നിന്ന് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മുറിച്ച് കൃത്യമായി വെക്കണം. ഇതിൻ്റെ തലഭാഗവും താഴ്ഭാഗവും, ഈ താഴ്ഭാഗം ഏതാണെന്ന് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമുക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, ഈ ഭാഗത്തുള്ള ഇലകളൊക്കെ ലാസ്റ്റ് നമ്മൾ നട്ടതിന് ശേഷം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഡൗട്ട് വരില്ല. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അറിയുന്ന അലവരയാണ്. നമ്മുടെ വീട്ടുമുറ്റത്തും നമ്മുടെ തൊടിയിലൊക്കെ പെട്ടെന്ന് ഈസിയായി വളർത്താൻ പറ്റിയ അലവരയാണ്. അപ്പോൾ അതിൽ നിന്നൊരു തണ്ട് ഞാൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്നറിയോ, ഇതാണ് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ ഏറ്റവും നല്ല മരുന്നാണ് കേട്ടോ ഈ അലോവേര ജെല്ല്. ഇത് തേനൊക്കെ ഉപയോഗിക്കുക, പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ചെടികൾക്ക് വേരൊക്കെ പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചു കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങനെ മുറിച്ചു. എല്ലാതൊന്നും ആവശ്യമില്ല, ഓരോന്നിനും ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ കുപ്പി എടുത്തിട്ടുണ്ട്. ഈ കുപ്പി നമുക്ക് ആവശ്യമാണ്. ഈ കുപ്പിയുടെ ഈ ഭാഗമില്ലേ, ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് മുറിച്ച് കളയാം. കണ്ടോ, ഇങ്ങനെ മുറിച്ച് കളയാം. ഈ ക്യാപ്പ് ആവശ്യമുണ്ട് കേട്ടോ. ഇത് ക്യാപ്പ് എടുക്കരുത്. ഇത് കൃത്യമായിട്ട് ഇവിടെ ഇങ്ങനെ മുറിച്ച് ഷാർപ്പായിട്ട് മുറിക്കണേ. ഈ കവറൊക്കെ എടുത്ത് കളയാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മളൊരു ICU മെത്തേഡിൽ ഇത് പെട്ടെന്ന് മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സൂര്യപ്രകാശമൊക്കെ തട്ടണമല്ലോ അല്ലേ? അപ്പോൾ നോർമലായിട്ട് നമ്മൾ വെള്ളം വാങ്ങുന്നൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്.
എന്നിട്ട് നമുക്ക് ഈ പോളിത്തീൻ കവർ കേട്ടോ, നമ്മുടെ ഗ്രോ ബാഗാണ് ഉണ്ടോ, ഈ ഗ്രോ ബാഗിൽ നമ്മൾ ഈ മണ്ണ് നിറയ്ക്കുക. ഇതിപ്പോൾ സാധാരണ മണ്ണാട്ടോ ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. ഇതിൽ വളമൊന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മൾക്ക് മുളച്ചൊക്കെ കഴിഞ്ഞ് വേറെ ഇതിലോട്ട് മാറ്റി നടുമ്പോൾ വളമൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഇത് നമ്മൾ ഒത്തിരി വലിയ കല്ലുകളൊന്നും ഇല്ലാണ്ട് അരിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ. ചെറുതായിട്ടുള്ള ചരലുകളൊക്കെ ഉണ്ട്, വെള്ളം കെട്ടി നിൽക്കുന്നൊന്നുമല്ല. ബാഗ് നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഫുള്ളായിട്ട് ഈ മണ്ണൊന്ന് നിറയ്ക്കുകയാണ്. ഇതിൽ ചട്ടിയിൽ എടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചട്ടിയിലാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. വെള്ളം കുറച്ച് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടോ. അപ്പോൾ മണ്ണൊക്കെ ഒന്ന് നല്ല അമർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ചെടി എടുത്തിട്ട് ഇതിൻ്റെ ഇവിടെയാണ് നമ്മുടെ താഴത്തെ ഭാഗം. അപ്പോൾ നമ്മളിതാ ഒരു അലോവേര നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തല്ലേ, അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി വലിയ അലോവേര ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കുക. കാരണം നമ്മളിതിങ്ങനെ ഹോൾ ഇടാണ്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അലോവേര മുകളിലോട്ട് വരും. ഇത് ശരിക്കും നമ്മുടെ ഈ താഴ് ഭാഗമില്ലേ, റോസിൻ്റെ താഴ് ഭാഗം അതിൽ പറ്റി നിൽക്കുന്ന രീതിയിൽ വരണം. കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇതൊന്നും കണ്ടോ, നമ്മൾ അതേപോലെ ഹോൾ ഉണ്ടാക്കിയിട്ട് ഇറക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അലോവേര അതിൻ്റെ താഴത്തോട്ട്. ഇതിൽ നിറയെ മുള്ളാണ്, അതുകൊണ്ട് കയ്യിൽ മുള്ളൂത്താണ്. അമർത്തി കൊടുത്തു. ഇതിൽ നട്ടിട്ടുണ്ട് കേട്ടോ, 3 സ്റ്റെമ്മ് നട്ട് കഴിഞ്ഞു. അപ്പോൾ വേറെ 2 ഉള്ളത് നമ്മൾ വേറെ കവറിൽ നടാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മളിതിൽ വെള്ളം തളിച്ചു, ഉള്ളിലോട്ട് ചുമ്മാ കുറച്ച് വെള്ളം തളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അന്തരീക്ഷം അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ, താപനില നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല കൂളിങ് കിട്ടും. ചെടി നമ്മൾ ഇടയ്ക്ക് നനയ്ക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. ഈ സ്റ്റെമ്മിൽ തട്ടിക്കൊണ്ടല്ല, ഇവിടെ നമ്മൾ താഴെ കട്ട് ചെയ്തത് കുറച്ച് ഷാർപ്പായതുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഇനി നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ നാളെ കഴിഞ്ഞ ഇവിടെ ഇങ്ങനെ ഉള്ളിൽ ഒരു മഞ്ഞ് പോലെ ഫോഗ് പോലെ നന്നായിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അതിന് ആവശ്യമുള്ള വെള്ളമൊക്കെ ആ ഈർപ്പമൊക്കെ അതിൽ നിർത്താൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ചെറുതായിട്ട് മുകുളങ്ങൾ വന്നിട്ട് മുള വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് കണ്ടോ, ഇതേപോലെ നമ്മൾ ഒരു 2-3 ആഴ്ച മുന്നേ കേട്ടോ, കറക്റ്റ് ഡേറ്റ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല, എന്തായാലും 1 മാസത്തിനുള്ളിലാണ് നമ്മൾ ഇതേപോലെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. കണ്ടോ, സക്സസ് ആയിരിക്കുന്നത് കണ്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ ഈ ഇതിൻ്റെ ഉള്ളിൽ ബോട്ടിലിൻ്റെ ഉള്ളിൽ ഇതേപോലെ നാളെ മുതൽ ഇതിൽ മഞ്ഞ് കണങ്ങൾ പോലെ ഉണ്ടായിട്ട് ഇതിന് വേണ്ട വെള്ളമൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടും. നമ്മൾ ചില സമയത്ത് ഒത്തിരി വേനലായതുകൊണ്ട് മാത്രം നനയ്ക്കുമ്പോൾ ഇതിന് ചുറ്റും ചെറുതായിട്ടൊന്ന് നനയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിന് അത്യാവശ്യം വേണ്ടതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ചീര വളർന്നു വന്നതുകൊണ്ട് അതിൻ്റെ വിത്ത് എടുക്കട്ടെ വേണ്ടിയിട്ട് അത് പറിക്കാണ്ട് അങ്ങനെ വിട്ടാട്ടോ. കണ്ടോ, നല്ല സക്സസ്ഫുള്ളായിട്ട് 5 സ്റ്റെമ്മും പിടിച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് ശരിക്കും നമ്മുടെ നാടൻ റോസിൻ്റെ തന്നെയാണ് കേട്ടോ. നമുക്കിതിൽ പിന്നീട് ഇത് ബഡ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ പിടിപ്പിച്ചെടുത്തതാണ് നമ്മുടെ നാടൻ റോസിൻ്റെ തന്നെ. അപ്പോൾ എല്ലാതും നമ്മൾ ഇതേ രീതിയിൽ പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഏതൊരു റോസ് നമ്മൾ ഇതേ രീതിയിലാക്കി കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.